ഒരു കാലത്ത് മലയാളത്തിലെ ടോപ്പ് ഡയറക്ടേഴ്സിൽ ഒരാളായിരുന്ന ഫാസിൽ സംവിധാനം ചെയ്ത അവസാന 2 ചിത്രങ്ങൾ. അതിൽ ആദ്യത്തേത് മോസൻ ക്യാറ്റ്. അപ്പോൾ ഈ പടത്തിൽ നമ്മുടെ റഹ്മാന്റെ കഥാപാത്രത്തിന്റെ പ്രശ്നം എന്തായിരുന്നു എന്ന് എനിക്ക് ഇപ്പോഴും വ്യക്തമല്ല. പണ്ടെപ്പോഴോ കണ്ടതുകൊണ്ട് മറന്നുപോയി എന്ന് പറയുന്നതിലും നല്ലത് വ്യക്തമല്ല എന്ന് പറയുന്നത് തന്നെയാവും. തന്റെ സിനിമയിൽ ഒരു കഥാപാത്രത്തിന് എന്തെങ്കിലും ഒരു എക്സെൻട്രിക് ടച്ച് വേണം എന്നൊരു നിർബന്ധം കൊണ്ട് റഹ്മാനെ അങ്ങനെ ആക്കിയെടുത്തതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ പൊതുവേ ഞാനൊരു റാൻഡം സിനിമയുടെ വീഡിയോ ചെയ്യുമ്പോൾ അതിന്റെ കഥ ഞാൻ കൃത്യമായി ഓർക്കുന്നില്ല എന്ന് പറയുന്ന സാഹചര്യങ്ങളിൽ ഇവിടെ പലരും ഞാൻ ആ മെൻഷൻ ചെയ്ത സംഗതി വളരെ വ്യക്തമായി കമന്റ് ബോക്സിൽ എഴുതുന്നത് കാണാറുണ്ട്. അപ്പൊ ഈ സിനിമയുടെ യഥാർത്ഥ കഥ എന്തായിരുന്നു, നായകനും വില്ലനും തമ്മിലുള്ള കോൺഫ്ലിക്ട് എന്തായിരുന്നു, റഹ്മാന്റെ കഥാപാത്രത്തിന്റെ യഥാർത്ഥ പ്രശ്നം എന്തായിരുന്നു എന്ന് അറിയുന്നവർ കമന്റ് ചെയ്യുക. ഇനി അടുത്തത് ലിവിംഗ് ടുഗെദർ. സിനിമാ സംവിധാനം അവസാനിപ്പിക്കുന്നതിന് തൊട്ട് മുൻപ് വൺ ലാസ്റ്റ് ടൈം എന്ന നിലക്ക് അദ്ദേഹം ചെയ്തൊരു സിനിമ. അതിൽ അദ്ദേഹം ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തന്റെ 2 ക്ലാസിക് ഹിറ്റുകളായ മണിച്ചിത്രത്താഴിന്റെ എലമെന്റുകളും അനിയത്തിപ്രാവിന്റെ എലമെന്റുകളും ഡയറക്ട്ലി ഇതിലേക്ക് ആഡ് ചെയ്യാൻ ശ്രമിച്ചു. ഇതിലെ നായകന്മാരുടെ സംഭാഷണങ്ങൾ പക്കാ ഒരു അനിയത്തിപ്രാവ് ലൈനിലായിരുന്നു. എന്നാൽ അതുമാത്രം പോരാ, എന്റെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായ കാലങ്ങൾക്കിപ്പുറവും സഞ്ചരിച്ച മണിച്ചിത്രത്താഴിലെ ആ ഒരു എലമെന്റ് കൂടി അവസാനമായി ഒന്ന് പരീക്ഷിക്കാമെന്ന നിലക്ക് അദ്ദേഹം ഇതിലെ നായികയെ വെച്ച് എന്തൊക്കെയോ ചെയ്തു. അവസാനം അത് എന്തൊക്കെയോ ആയി അദ്ദേഹത്തെ പിന്നീട് സംവിധായകന്റെ കുപ്പായത്തിൽ കണ്ടിട്ടുമില്ല.